ഇലക്കറികളില്ലാത്ത എന്ത് കർക്കിടകമല്ലേ? എന്നാൽ പിന്നെ ഈ കർക്കിടകത്തിൽ കഞ്ഞിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാനായിട്ടേ ചീര കൊണ്ടൊരു കിടിലൻ ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ? വെറും 5 മിനിറ്റുള്ളിൽ തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളിന്നത് അവിടെ നമ്മുടെ കയ്യിലുള്ള ചീര കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ചീര വേണേലും എടുക്കാം. ചുവപ്പാണെങ്കിലും പച്ചയാണെങ്കിലും എല്ലാം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ബസളച്ചീരയാണ്. നമ്മുടെ കേരളത്തിലെ മലബാർ ഭാഗങ്ങളിൽ വേലിച്ചീര, വഷളച്ചീര എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചീര ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ഇത് ഉണ്ടാക്കാനായിട്ട് ചീരയുടെ ഇലകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇലകളെല്ലാം നല്ല രീതിക്കൊന്ന് കഴുകിയിട്ട് നല്ലോണം പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമുക്കിനിപ്പോൾ പാചകം തുടങ്ങാം അല്ലേ? അപ്പം ഞാനിന്നിവിടെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കിയാലോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ കടുകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരെ തന്നെ നമ്മുടെ ചീര ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. ഈ ബസള ചീര എന്ന് പറയുന്നത് കുറച്ചുകൂടെ വിഴുവിഴുപ്പുള്ള ചീരയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ആ വിഴുവിഴുപ്പൊക്കെ ഒന്ന് പോകത്തുള്ളൂ. അപ്പം നമ്മൾ ചീര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ അത് നന്നായിട്ട് ചീര ആവി കയറിയിട്ട് നല്ലോണം ചുരുങ്ങി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം. ഇളക്കി കൊടുത്തിട്ടേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ടോ ഇത് ചീരയിൽ നിന്ന് നല്ലോണം വെള്ളം എല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ ചീരയുടെ ഇലകളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വാടി കിട്ടണം. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. ആ വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ. ഈ സമയം കൊണ്ട് നമുക്കിനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പിന് വേണ്ടിയിട്ടുണ്ടല്ലോ നമുക്കിതവിടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, വളരെ കുറച്ച് തേങ്ങ മതി. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം കുഞ്ഞുള്ളി, 2 ചെറിയ അല്ലി വെളുത്തുള്ളി, ഇത്തിരി ഇഞ്ചിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ സ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല കട്ടി തൈരാണ്, പുളി വളരെ കുറഞ്ഞ തൈരാണ് കേട്ടോ. അപ്പോൾ തൈരും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ തന്നെ നമ്മളെ അരപ്പൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മഷി പോലെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ടാണ് നമ്മുടെ ചീരയെല്ലാം എന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് ചീരയുടെ വെള്ളം എല്ലാം വറ്റി ചീര നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തവി കൊണ്ട് നല്ലോണം ഉടച്ചു കൊടുക്കാം. കണ്ടില്ലേ നമ്മുടെ ചീരയുടെ കളറൊക്കെ ചേഞ്ചായി നല്ല രീതിക്കൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഈ കറി 2 രീതിയിൽ വെക്കാം കേട്ടോ. നല്ല കുറുകിയ ടൈപ്പായിട്ടും വെക്കാം, കുറച്ച് ഗ്രേവി ടൈപ്പായിട്ടും വെക്കാം. അപ്പം നമ്മൾ അരപ്പെല്ലാം ഇട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവേ. അപ്പം ഞാനിവിടെ തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം ഉപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ സമയം ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കറിയിൽ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. തൈരുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കറി തിളയ്ക്കാനൊന്നും പാടില്ല. ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും നന്നായിട്ട് ചൂടായി ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ കറി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കടുകൊക്കെ പൊട്ടിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കൊച്ചുള്ളിയെല്ലാം നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനിടയ്ക്ക് ഉണ്ടല്ലോ നമ്മൾ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി നമ്മുടെ ഈ ഒരു ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും മുളകെല്ലാം ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇത്തിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഈ പൊടികൾ ചേർക്കുന്നതിന് മുന്നേ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ താളിപ്പെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ കറിയുടെ ഏകദേശം ചൂടൊക്കെ മാറി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കറിയെല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളിത് താളിപ്പ് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. താളിപ്പ് ഞാൻ ഇത്തിരി തണുത്തതിന് ശേഷമാണ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. താളിപ്പ് ഒഴിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ലുമാണ്, കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ തന്നെ നമ്മളെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചീര കൊണ്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കുറുകിയ ടൈപ്പിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ചപ്പാത്തിയിലൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.